ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ യാസീൻ സൂറത്ത് തുടങ്ങുകയാണ്. യാസീൻ പാരായണം ആരംഭിക്കുകയാണ്. മുഅ്മിനീങ്ങളെ പറ്റുന്ന ആളുകളെല്ലാം വുളു എടുത്തിട്ട് ഖുർആൻ ഓതാൻ പറ്റുന്നവനൊക്കെ ഖുർആൻ നോക്കി ഓതണം. അല്ലാത്തവരെല്ലാം സ്ക്രീനിൽ നോക്കി ഓതണം. ഇൻഷാ അല്ലാഹ് നമ്മൾ മാത്രമല്ല ഓതുന്നത്, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ കൂടെ യാസീൻ ഓതുകയാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ കൂടെ യാസീൻ ഓതുകയാണ്. അല്ലാഹുവേ, ഏതെല്ലാം വീട്ടുകാർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ടോ ആ വീട്ടിലെല്ലാം വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഒരു കൂട്ടുകാരൻ ഒരു വീഡിയോ അയച്ചു തന്നു. അല്ലാഹ്, ആ വീഡിയോ എന്റെ മൊബൈലുണ്ട്. ഒരു പാവപ്പെട്ട ബാപ്പ ഓക്സിജൻ വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതിന്റെ തലക്കും പുറത്ത് മക്കള് അറിവിന്ദിലാവിന്റെ പ്രോഗ്രാം ഇട്ടുകൊടുത്തണം. അപ്പൊ ഇന്നലത്തെ പ്രോഗ്രാമാണോ മിനിയാന്നത്തെ പ്രോഗ്രാമോ ആണോ അറിയില്ല. ഞാൻ ചൊല്ലുമ്പോ എന്റെ കൂടെ അങ്ങനെ ചൊല്ലുന്നുണ്ട്. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇവിടെ ഓക്സിജൻ വെച്ചിരിക്കാം. ആ ഓക്സിജൻ വെച്ചുകൊണ്ട് ആ വാപ്പ ഇങ്ങനെ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ ആ ദിക്ർ ഇങ്ങനെ ചൊല്ലുന്ന വീഡിയോ നമ്മൾ അറിവിന്ദിലാവിന്റെ കൂട്ടുകാരൻ എനിക്ക് കാണിച്ചു തന്നു. അല്ലാഹ്, കണ്ടപ്പോ വല്ലാത്ത സങ്കടമായി പോയി. അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. റഹ്മാനെ, കുറെ പാവപ്പെട്ട ബാപ്പമാരും ഉമ്മമാരും സുഖമില്ല, എത്രയോ പ്രായം ചെന്ന ഉമ്മമാർ ബാപ്പമാർ. ഇന്നലെ പറഞ്ഞല്ലോ, കൊണ്ടോട്ടിയിൽ ആ പ്രിയപ്പെട്ട ബാപ്പ ലോക്ക്ഡൌൺ ആയതിന്റെ എവിടെയും പുറത്തു പോവില്ല. പക്ഷെ ആ പ്രിയപ്പെട്ട ബാപ്പ വല്ലാതെ നമ്മുടെ മജ്ലിസിനെ സ്നേഹിച്ച ബാപ്പയാണ്. കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. വല്ലാത്തൊരാഗ്രഹം മക്കളോട് പറഞ്ഞിരുന്നു. മരണപ്പെട്ടു പോയി. അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അപ്പൊ അവിടെ ഒരു പ്രായമുള്ള ഉമ്മയുണ്ട്. ആ ഉമ്മയും നമ്മുടെ മജ്ലിസ് സ്ഥിരമായി കേൾക്കുന്ന ഉമ്മയാണ്. സുഖല്ല, അള്ളാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. അങ്ങനെ ധാരാളം ഉമ്മമാർ, ധാരാളം ബാപ്പമാർ, എല്ലാവർക്കും അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഓതി നിങ്ങൾ ഒരുമിച്ച് ഓതാം. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. അവരുടെ ആമീൻ മതി നമുക്ക്. നിങ്ങൾ ആലോചിച്ചോക്കെ, അങ്ങനെ നിഷ്കളങ്കരായ കുറെ ആളുകൾ ആമീൻ പറയുമ്പോ അത് കാരണം നമ്മൾ രക്ഷപ്പെടും. അത് കാരണം നമ്മൾ രക്ഷപ്പെടും. യാസീൻ ഓതുമ്പോ നമ്മുടെ മനസ്സുള്ള മുറാദുകളൊക്കെ കരുതുക. നല്ല നിയത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഓത്. അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين
قالوا إنا تطيرنا بكل إن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة من يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعنب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كل رجل القديم للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريته في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنتم بل لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون
فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هو أزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننقص في الخلق فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا من يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العلي العظيم എല്ലാവരും മോദി കഴിഞ്ഞോ? വെള്ളത്തിൽ എല്ലാവരും മന്ത്രിക്ക. യാസീൻ സൂറത്ത് ഓതിയ ഉടനെയാണ് നമ്മൾ ദുആരിക്കുന്നത്. അല്ലാഹ് നമുക്ക് ഉത്തരം തരട്ടെ. എല്ലാവരും ആമീൻ പറയും. അല്ലാഹുവേ 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 ഒരു 3 സ്വലാത്ത് ചൊല്ലിയേ. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഓൺലൈനിലുണ്ടല്ലോ. യാസീൻ സൂറത്ത് ഓതിയിട്ട് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്, ഒരുപാട് നിയത്തുകൾ മനസ്സിലുണ്ട്, ഒരുപാട് കൊതികൾ മനസ്സിലുണ്ട്. അല്ലാഹുവേ ഞങ്ങൾ ഓതിയ യാസീൻ സൂറത്തിനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. അല്ലാഹ് സ്വീകരിക്കണേ. അല്ലാഹ്
സ്വീകരിക്കണേ അല്ലാഹ്. ഇജാബത്തുകൾ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. പോരായ്മകളുണ്ടാവാം, പിഴവുകളുണ്ടാവാം, എല്ലാം ഞങ്ങളോട് നീ പുറത്തു തന്ന് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളോട് യാസീൻ സൂറത്തിനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അംബിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, ബദരീങ്ങൾ, ശുഹദാക്കളെ ഹളറത്തിലേക്ക് ഞങ്ങളോട് യാസീൻ സൂറത്തിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഹാനായ ഖാജാ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് അവിടത്തെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാനായ ശൈഖുനാ ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹിൽ മദമൂർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് അവിടത്തെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് യാസീൻ സൂറത്ത് ഓതിയ എല്ലാ അറിവിന്റെ കുടുംബങ്ങൾക്കും ബറക്കത്ത് നൽകണേ റഹ്മാനേ. റഹ്മത്ത് നൽകണേ റഹ്മാനേ. നിഅമത്ത് നൽകണേ റഹ്മാനേ. സന്തോഷം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റബ്ബേ, അർഹമുർ റഹീമേ, ഈ യാസീൻ സൂറത്ത് ഞങ്ങൾ ഓതുമ്പോ ഒരുപാട് നിയത്തുകൾ ഞങ്ങളെ മനസ്സിലുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാഹ്. എല്ലാ നിയത്തുകളും നീ നിറവേറ്റി തരണേ അല്ലാഹ്. എല്ലാ നിയത്തുകളും നീ നിറവേറ്റി തരണേ അല്ലാഹ്. അല്ലാഹുവേ, യാസീൻ സൂറത്ത് ഓതിയ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി തരണേ അല്ലാഹ്. അല്ലാഹുവേ, കടം വീട്ടാനുള്ള മാർഗങ്ങളെ ഞങ്ങളെ മുമ്പിലേക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. കടം വീട്ടാനുള്ള മാർഗങ്ങളെ ഞങ്ങളെ മുമ്പിൽ നീ കാണിച്ചു തരണേ അല്ലാഹ്. കടക്കാരായിട്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. കടക്കാരായിട്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. കടക്കാരായിട്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, യാസീൻ സ്ഥിരമായി ഓതുന്നവർ വീട്ടിലെ പട്ടിണി ഉണ്ടാകൂല എന്നാണ് അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ നീ പട്ടിണിയാക്കല്ലേ അല്ലാഹ്. ദാരിദ്ര്യം നൽകല്ലേ അല്ലാഹ്. ദാരിദ്ര്യം നൽകല്ലേ അല്ലാഹ്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റബ്ബേ, യാസീൻ സൂറത്ത് പതിവാക്കുന്ന വീട്ടിലെ പിശാച് കടക്കൂല എന്നാണ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് പിശാചിന്റെ ശർറിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് തരണേ അല്ലാഹ്. പിശാചിന്റെ ശർറിൽ നിന്ന് നീ കാവല് തരണേ അല്ലാഹ്. പിശാചിന്റെ ശർറിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് തരണേ അല്ലാഹ്. അല്ലാഹുവേ,
യാസീൻ സൂറത്ത് ഓതുന്ന വീട്ടിലെ ഇബ്ലീസിന് പ്രവേശനമില്ല എന്നാണ്. ഞങ്ങൾ ഒരാളെ വീട്ടിലും ഇബ്ലീസിനെ കടത്തല്ലേ അല്ലാ. എല്ലാവിധ ശർറുകളിൽ നിന്നും ഞങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാ. അല്ലാ യാസീനോദി ആമീൻ പറയുന്ന ഈ കുടുംബങ്ങളെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. സുഖപ്രസവം കൊടുക്കണേ അല്ലാ. സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളുണ്ടാകൂല എന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഇന്നലെ പ്രത്യേകം ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഒരുപാട് വിഷമം പറഞ്ഞു. ഉസ്താദേ കല്യാണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായി അല്ലാ മക്കളില്ലാത്ത വല്ലാത്ത വിഷമമാ. ഡോക്ടർമാർ ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവും, പക്ഷേ ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് പേടിയാണ് ഉസ്താദേ. എനിക്ക് അറിവിന്ദിലാവിൽ വിശ്വാസമാണ്. അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. മജ്‌ലിസിൽ ഞാൻ വെള്ളവും ഈത്തപ്പഴം വെക്കാറുണ്ട്. ഒരു ദിവസവും ഒഴിവില്ലാതെ ഞാനും എന്റെ ഭാര്യയും യാസീൻ ഓതുന്നുണ്ട് ഉസ്താദേ. മടവൂർ ശൈഖുനാന്റെ പേരിൽ ഞങ്ങൾ യാസീൻ ഓതുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന മജ്‌ലിസിലൊന്ന് ദുആരിക്കോ. ഒന്ന് ദുആനാ ഞങ്ങൾക്ക് മക്കളുണ്ടാകുമെന്ന് ഉറപ്പാ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ വല്ലാത്ത സങ്കടം പറഞ്ഞു. യജമാനനായ അല്ലാ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഞങ്ങളെ കൂട്ടത്തിൽ ആമീൻ പറയുകയാ. രോഗികളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സാദാതീങ്ങളെ സയ്യിദന്മാർ വലിയ മഹത്വമുള്ളവരല്ലേ. ഏത് വിഭാഗത്തിൽപ്പെട്ട തങ്ങളാണെങ്കിലും തങ്ങൾക്ക് അല്ലാഹു നല്ല മഹത്വം നൽകിയിട്ടുണ്ടല്ലോ. തങ്ങന്മാരെ കുടുംബം വലിയ മഹത്വമുള്ള കുടുംബമാണ്. എത്ര സയ്യിദ് കുടുംബങ്ങളാണ് അറിവിന്ദിലാവിന്റെ മജ്‌ലിസ് കേട്ട് ആമീൻ പറയുന്നത്. അല്ലാഹുവേ നീ അവർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനേ. എത്രയോ ഉസ്താദുമാർ, എത്രയോ പണ്ഡിതന്മാരുടെ കുടുംബങ്ങളെ അല്ലാഹുവേ, എത്രയോ പ്രായം ചെന്ന ഉമ്മമാർ, പാപ്പമാർ, സഹോദര സഹോദരിമാർ, വർണ്ണശലഭങ്ങളായ പൂമാറ്റ മക്കളടക്കോ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ചുകൂടി ഞങ്ങളെ പ്രവാസി സഹോദരങ്ങളടക്കോ ഞങ്ങളെ മജ്‌ലിസ് കേട്ട് ആമീൻ പറയുന്ന ഈ മുഅ്മിനീങ്ങൾ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ അല്ലാ നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നൽകണമല്ലാ, എല്ലാവർക്കും നൽകണമല്ലാ, എല്ലാവർക്കും നൽകണേ അല്ലാ. ഉസ്താദേ ഞങ്ങളെ അയൽവാസി ഹിന്ദുവായ ഹൈന്ദവ കുടുംബമാണ്. അവര് ഞങ്ങളെ മജ്‌ലിസിൽ വെള്ളം വെക്കാറുണ്ട്. അവർക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് വിഷമം പറയുന്ന കുടുംബങ്ങളുണ്ട്. യജമാനനായ റബ്ബേ, അവരുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ.
ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. വീടില്ലാത്ത ധാരാളം ആളുകളുണ്ട്. വീട് എന്നത് ഞങ്ങളെ ജീവിതത്തിലെ വലിയ സ്വപ്നമാണ്. വീട് എന്നുള്ളത് ഞങ്ങളെ ജീവിതത്തിലെ വലിയ സ്വപ്നമാണ് റബ്ബേ. ഒരു നല്ല റാഹത്തുള്ള വീട്, ഒരു ബർക്കത്തുള്ള വീട്, ഒരു റഹ്മത്തുള്ള വീട്. എവിടെയാണോ ഞങ്ങൾക്ക് വീട് ഖൈറുള്ളത് അവിടെ റാഹത്തുള്ള സന്തോഷമുള്ള ഒരു വീട് തരണേ കാലം കുറേയായ റബ്ബേ ഞങ്ങൾ പഴയ വീട്ടിലാണ്. ഒന്ന് മഴ പെയ്താൽ കോരിച്ചൊരിയുകയാണ്. അല്ലാഹുവേ ഒരു സൗകര്യമുള്ള നല്ല ഒരു വീട് തരണേ അല്ലാ. മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ഒരു ഭവനോ ബർക്കത്തുള്ള ഭവനം തരണേ അല്ലാ. കണ്ണേറ് തട്ടാത്ത, സിഹ്റ് ഏൽക്കാത്ത, മരണങ്ങൾ ഏൽക്കാത്ത, ശർറുകളിൽ നിന്ന് സലാമത്തുള്ള ഒരു ഐശ്വര്യമുള്ള ഭവനം തരണേ അല്ലാ. ഞങ്ങളെ വീട്ടിലല്ല ബർക്കത്ത് തരണേ അല്ലാ. മുതലാളിമാര് ഞങ്ങളെ മജ്‌ലിസിൽ ആമീൻ പറയുന്നുണ്ട്. പാവപ്പെട്ടവരും ഞങ്ങളെ മജ്‌ലിസിൽ ആമീൻ പറയുന്നുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. മുതലാളിമാർക്കും പാവങ്ങൾക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ. വലിയ വീട്ടിലും ചെറിയ വീട്ടിലും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. റഹ്മത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ വീട് പണി തുടങ്ങി വച്ചിട്ട് കാലം കുറേയായി റബ്ബേ. പൂർത്തീകരിക്കാൻ കഴിയാതെ വല്ലാത്ത വിഷമത്തിനാൽ ഒന്ന് പൂർത്തീകരിച്ചാലൊന്ന് കയറിയിരിക്കാമായിരുന്നുവല്ലോ അല്ലാ. കഴിഞ്ഞ റമദാനാകുമ്പോഴേക്ക് വീട്ടിൽ കയറിയിരിക്കണമെന്ന് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു റബ്ബേ. യജമാനനായ അല്ലാ മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഈ ലക്ഷോപലക്ഷം കുടുംബങ്ങളുടെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് വീട് പണി പൂർത്തീകരിച്ച് കൊടുക്കണേ അല്ലാ. സ്ഥലമില്ലാത്തവനക്ക് സ്ഥലം നൽകണേ അല്ലാ. സ്ഥലത്തിന്റെ കാശെല്ലാം പൂർത്തീകരിച്ച്, വീടിന്റെ കാശെല്ലാം പൂർത്തീകരിച്ച്, രജിസ്റ്റർ കഴിഞ്ഞ റാഹത്തോടെ സന്തോഷത്തിലാക്കി തരണേ റഹ്മാൻ. വീട്ടിലേക്ക് നല്ലൊരു വഴി തരണം അല്ലാ. കിണറ്റിലെ വെള്ളം തരണേ അല്ലാ. കുയൽ കിണറിൽ വെള്ളം തരണേ അല്ലാ. കിണർ കുഴിച്ചപ്പോ പാറ പൊട്ടിക്കുന്നുണ്ട് ഉസ്താദേ. ഇന്നും കാരക്കുന്നതിനും തന്നെ കുടുംബം വിളിച്ചു പറഞ്ഞു. മടവൂർ ശൈഖുനാന്റെ പേരിൽ ഫാത്തിഹ ഓതാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാ നീ ബറക്കത്തിന്റെ വെള്ളം കൊടുക്കണേ അല്ലാ. വെള്ളമില്ലാത്ത ആരെല്ലാം ഉണ്ടോ നീ അവർക്കെല്ലാം നല്ല റാഹത്തുള്ള വെള്ളം കൊടുക്കണേ അല്ലാ. മതിയായ വെള്ളം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ജോലിയില്ലാത്ത ഞങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഭർത്താക്കന്മാര്, മക്കള്, സഹോദര സഹോദരിമാർ റാഹത്തുള്ള ഐശ്വര്യമുള്ള ഒരു ജോലി നൽകണം അല്ലാ. സ്ഥിരമായ സ്ഥിര വരുമാനമുള്ള നല്ല റാഹത്തുള്ള ജോലി നൽകണേ അല്ലാ. ഇബാദത്ത് മുടങ്ങാത്ത ജോലി, ആരോഗ്യത്തിന് പ്രശ്നം വരാത്ത ജോലി നീ നൽകണേ അല്ലാ. ബിസിനസ്സുകാരുണ്ട്, നീ അവർക്ക് ബറക്കത്ത് ഏറ്റി കൊടുക്കണേ റഹ്മാനേ. പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. തട്ടുമുട്ടലുകളെല്ലാം മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. കച്ചവടക്കാർക്ക് ബറക്കത്ത് കൊടുക്കണമല്ലാ. സർവ കച്ചവടക്കാർക്കും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. തൊഴിലാളികൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ജോലിക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ.
ഉദ്യോഗസ്ഥന്മാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് വാഹനങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ലോക്ക്ഡൌണ് കഴിഞ്ഞാൽ നല്ല ബറക്കത്തുള്ള ട്രിപ്പ് കൊടുക്കണേ അല്ലാ. ഓരോ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഈ മുഅ്മിനീങ്ങള്. ആ ജോലി ചെയ്തിട്ട് വേണം അവരുടെ കുടുംബം അവർക്ക് പോറ്റാൻ. അല്ലാഹുവേ, വീട്ടിൽ പശുക്കളെ വളർത്തി, ആടുകളെ വളർത്തി, കോഴികളെ വളർത്തി, കാടകളെ വളർത്തി, അല്ലാ അല്ലാ അങ്ങനെയുള്ള കൃഷി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ ജോലിയിലും എല്ലാവരുടെ ഏർപ്പാടും നിനക്കറിയാമല്ലോ. അത് വലിയ ഏർപ്പാടാണെങ്കിലും ചെറിയ ഏർപ്പാടാണെങ്കിലും ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും ഖൈറായ നിലക്ക് നീ ബറക്കത്ത് ഏറ്റി നൽകണേ അല്ലാ. ലോക്ക്ഡൌൺ ആയപ്പോ കച്ചവടമെല്ലാം കുറഞ്ഞു, വാഹനത്തിന് ട്രിപ്പുകളെല്ലാം കുറഞ്ഞു, ബസ്സുകളും ലോറികളെല്ലാം സൈഡാക്കി വച്ചിരിക്കുകയാണ്, ഓട്ടോറിക്ഷകളും ടാക്സികളും എല്ലാം സൈഡാക്കി വച്ചിരിക്കുകയാണ്, വാഹനങ്ങളും കച്ചവട സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അല്ലാഹുവേ, എല്ലാത്തിലും നല്ല ഒരു ഫത്ഹ് നീ നൽകണേ റഹ്മാനേ. എല്ലാത്തിലും നല്ല ഒരു ഫത്ഹ് നീ ഞങ്ങളോദിയ യാസീൻ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് തരണമല്ലാ. നീ തരണമല്ലാ, നീ തരണമല്ലാ, നീ തരണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളുണ്ട് റഹ്മാനെ, പാപങ്ങളാണ്, ഫ്ലൈറ്റ് ഓടാത്ത ഇനിയും തീയതി മുന്നോട്ട് നീട്ടിയിരിക്കുകയാൽ റഹ്മാനെ, കൊറോണ എന്ന ഈ മഹാമാരിയിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി കൈ പിടിച്ചുയർത്തണേ അല്ലാ. സാധുക്കളായ ഞങ്ങള്, പാപികളായ ഞങ്ങള്, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. നീ ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണേ അല്ലാ. ഉസ്താദുമാര് പലരും ജോലിയില്ലാതെ ഇരിക്കുകയാ, വീട്ടിൽ ഭർത്താക്കന്മാര് പലരും ജോലിക്ക് പോവാൻ കഴിയാതെ ഇരിക്കുകയാ. അല്ലാഹുവേ, ഞങ്ങളെ പ്രവാസികളായ സഹോദരങ്ങള് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നതിന് ശേഷം തിരിച്ചു പോക്ക് സാധിച്ചിട്ടില്ല, തടസ്സങ്ങളാൽ പ്രശ്നങ്ങളാൽ പോയവർ തന്നെ പാതി വഴിയിൽ കുടുങ്ങി കിടക്കുകയാണ്. യജമാനനായ അല്ലാഹ് അറിവിന്ദിലാവിൽ ലക്ഷക്കണക്കിന് യാസീൻ സൂറത്തോതിയിട്ടാണ് നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യുന്നതല്ലാഹ്. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളാണ് യാസീൻ ഓതിയത്. അതിന്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് ഇതിനൊരു പരിഹാരം തരണേ അല്ലാഹ്. ഇതിനൊരു പരിഹാരം കാണിച്ചു തരണേ അല്ലാ. ഒരു പരിഹാരം കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളെ മനസ്സ് നന്നാക്കണേ അല്ലാ. നല്ല മനസ്സിന്റെ ഉടമകളാക്കണേ അല്ലാ. നല്ല മനസ്സിന്റെ ഉടമകളാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോദേ യാസീൻ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നമ്മളിന് സൂറത്തു തബാറക ഓതാൻ പോവുകയാണ്. നമ്മളെ മാത്രമല്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ നമ്മളെ കൂടെ സൂറത്തു തബാറക ഓതാൻ പോവുകയാണ്. സൂറത്തു തബാറക
നാളെ ഇരുൾ നിറഞ്ഞ ഖബറിലേക്ക് നമ്മുടെ മയ്യത്തിനെ ഇറക്കി വെക്കുമ്പോ ഓരോരുത്തരുടെയും ഖബറിലേക്ക് വെളിച്ചമെന്ന് വേണമെന്ന നെയ്യത്തോടെ എന്റെ ഖബറിലേക്ക് ഞാൻ കൊണ്ടുപോകണോ, എന്റെ ഖബറിലേക്ക് ഞാൻ വെളിച്ചം കൊണ്ടുപോകണോ, വെളിച്ചമില്ലാത്ത എന്റെ ഖബറിലേക്ക് ഞാൻ വെളിച്ചം കൊണ്ടുപോകണമല്ലോ അല്ലാ. പ്രകാശമില്ലാത്ത എന്റെ ഖബറിലേക്ക് ഞാൻ പ്രകാശം കൊണ്ടുപോകണമല്ലോ അല്ലാ. ഞാൻ ഇന്ന് അറിവിൻ നിലാവ് കേട്ട് ആമീൻ പറയുമ്പോ എന്റെ ഉമ്മ എന്റെ കൂടെ ഇല്ലല്ലോ. ഇന്നലെ വരെ അറിവിൻ നിലാവ് കേട്ട ഉമ്മയും ബാപ്പയും ഭാര്യയും ഭർത്താവും നിങ്ങളെ കൂടെ ഇല്ലല്ലോ. ഖബറിലാണ്, ഖബറിലാണ്, ഖബറിലാണ്. അവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ഓതാൻ പോകുന്ന സൂറത്തു തബാറക്ക് എന്ന വലിയ അത്ഭുതമുള്ള പ്രതിഫലമുള്ള സൂറത്തിന് എത്തിച്ചു കൊടുക്കണേ അല്ലാ. സൂറത്തു തബാറക്ക് ഓതുമ്പോ ഈ മുഅ്മിനീങ്ങളെ മനസ്സിലുള്ള നിയത്തുകൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ. ആ നിയത്തുകൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ.